പാത്തോ എന്റെ കാല് നായി കടിച്ചു പാത്തോ. ഇമ്മേ എന്നിട്ട് ആ നായി ചത്താ? പിന്നെ ആസ്പത്രി കൊണ്ടുപോയി പോലീസ്. പഠിച്ചോൻ എനിക്ക് ഇങ്ങളെ ഇങ്ങനത്തെ സഹിക്കാൻ പറ്റണില്ല. നീ വേപ്പും കൂടി ഇളകിയാൽ ഞാൻ എങ്ങനെ സഹിക്കുക? അല്ല നമ്മള് കോയർച്ചൊന്നിക്കണാ? എന്റെ അച്ഛന് നായ കൊണ്ടേക്കാണ്. അപ്പൊ കോയർച്ചി അല്ല അങ്ങനെ നായി തന്നെയാ കടിച്ചതേ? നായ തന്നെയാണ്. ഒരു നായി വേറെ നായിനെ കടിച്ചോ സുക്കുറാക്ക? തന്നാടല്ലോ ആസ്പത്രി കൊണ്ടുപോയി. തെങ്ങ് 1-ാം വാർഡിലല്ലേ? എടാ മതിലിന്റെ അപ്പുറത്ത് 2-ാം വാർഡല്ലേ? ആ തട്ടിക്കാളെ. എന്താണ് നിങ്ങൾ നോക്കിട്ട് സുക്കുറാക്കാനെ കാലും വേപ്പിനെ കടിച്ചത്? ഓനടെ നായിന്റെ അണ്ണാക്ക് കൊണ്ടേക്കാണ്ട് കാല് കുത്തി തീർക്കാൻ പറഞ്ഞേ. അല്ല ജോയിലെ മെമ്പറാ ബാർബറാ. നേരം വെളുത്താത്തറങ്ങും ഓരോരുത്തർ പൂച്ച ചത്തു പജ്ജ ചത്തു പറഞ്ഞാണ്ട് വിളിച്ചാൻ തുടങ്ങും. ഇപ്പൊ അതിന്റെ അടുക്ക ഒരു നായിന്റെ കേസ്. ആ നായിനെ കൊല്ലണം. മനുഷ്യ തെരുവ് നായ്ക്കളെ കൊണ്ട് മനസ്സമാധാനത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നായിനെ കൊല്ലേ 2-ന് ഞാൻ ജയിലിൽ കയറ്റും. ഞങ്ങളെ പഞ്ചായത്തിന്റെ തീരുമാനം എന്താ പറയുക? നിങ്ങൾക്ക് ഈ പഞ്ചായത്ത് സമ്പൂർണ്ണ പട്ടിവൽക്കരണ പഞ്ചായത്താക്കും. അതാണ് ഈ ഭരണസമിതിന്റെ തീരുമാനം. അടുത്ത കൊല്ലം ഉണ്ടല്ലോ പട്ടിനെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കും. ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മെമ്പർ നായാണ് മനസ്സിലായി. അല്ല മെമ്പറെ നിങ്ങൾക്ക് വോട്ട് ചെയ്തിരിക്കണത് നായ്ക്കളല്ല മനുഷ്യന്മാരാ. അതാരായാലും കുഴപ്പമില്ല, എനിക്ക് ഇവിടെ വോട്ട് കിട്ടിയാൽ മതി. ഇന്നലെ മദ്രസ പോയ കുട്ടികളെ നായി കടിച്ചു. സ്കൂൾ പോയ കുട്ടികളെ വെച്ച നായി ഓടി. ഇക്കൊതിൽ പോകണം ഇവിടെ മനുഷ്യന്മാരുണ്ടാവില്ല, നായ്ക്കളെ ഉണ്ടാവുള്ളൂ. ഓരോ നേതാവായിട്ട് നിങ്ങളും ഉണ്ടാവും. ഒരു ഭൂമിന്റെ അവകാശികളല്ലേ, ഒരു ജീവിക്കട്ടെന്ന്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോ എന്തെങ്കിലും ചിക്കൻ പറയോ അൽഫാമൊക്കെ കരുതിയാൽ മതി ആറ്റിങ് കൊടുക്കാന്. നിങ്ങൾക്കൊരു നായിന്റെ ബുദ്ധിയും കൂടി ഇല്ലല്ലോ. നിങ്ങൾക്ക് മെമ്പർ ആക്കിയാലോ തന്റെ വല്ല അച്ചാറ് മുക്കി തല്ലണം. 2 പെരുന്നിറക്കി വെക്കാണ്ടേ? ആ മെമ്പർ 5 കൊല്ലം കഴിഞ്ഞാൽ വോട്ടും ചോദിച്ചാൽ നമ്മളെ തരീക്ക് വരില്ല. അന്ന് അയാൾ നെരിയാണിക്ക് നോക്കിക്കാണ് കുന്തം കളി ഇറ്റാൻ കയറി. ഇതിന്റെ ഒരു അവസ്ഥ ആലോചിച്ചോക്കെ. പെരി കയറി 5 അടി, പുറത്തിറങ്ങിയ നായിന്റെ കടി, 5 പൈസക്ക് ചാത്തൊരു മെമ്പറും, എല്ലാത്തിനും ഗതിയുടെ എന്റെ അവസ്ഥ. ഇവിടെ നിക്കി, ഞാൻ ഇപ്പൊ സെക്കിനാത്തനെ കണ്ടുകാണ്ട് വരാം. സെലീന എത്ര കാലം ശുക്രക്കങ്ങളോട് ഞാൻ പറയണേ ഒരു പോലീസ് എടുക്കാനേ. നിങ്ങൾ മരിച്ചല്ലേ പാത്തിന് 10 ലക്ഷം രൂപ കിട്ടും. അങ്ങനെ ഞാൻ മരിച്ചിട്ട് 10 വർഷപ്പെട്ട് എനിക്കത്തെ കാര്യം ചോർക്ക് കൂടി കൂടി വരല്ലേ ശുക്രാക്ക? ഇടുക്കി ശുക്രാക്ക ഇങ്ങനെ പറഞ്ഞ ഒരു പോളിസി 2 പോളിസി എടുക്കും. മതിയോ പോളിസി? മതിയാന്നേ നായ അടിച്ചിട്ട് നിക്കാൻ വെച്ചങ്ങൾക്ക്. എന്നാലും പഞ്ചായത്തിക്ക് ഒരു കുറവില്ല. കാക്കാക്ക് ഒരു ഇൻഷുറൻസ് എടുക്കാനല്ലാത്ത ചിലക്കാതെ പോടി പെടുന്നേ. ആ ചെറുമെന്ന തേങ്ങിലാ ഒറ്റനോ അതും തോത്തിക്കാളി ഇങ്ങോട്ട് വരും. പാത്തോ 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 വാ, ഒരു സംഭവം ഉണ്ട്. നമ്പറേ അല്ല നിങ്ങൾ കൊല വയ്പ്പിച്ചാൻ വെച്ചതോ? അല്ലടാ, ഒരു കള്ള നായി കടിച്ചതാണ്. നിങ്ങളല്ലേ പറഞ്ഞീന് നായിനെ സ്നേഹിക്കണം ബഹുമാനിക്കണം ആദരിക്കണെന്നേ. നിങ്ങളെ നായി നല്ലോണം അങ്ങനെ സ്നേഹിച്ചിക്കണല്ലോ. ശവത്ത് കുത്തല്ല പാത്തോ. ശവത്തും കുത്തും നെഞ്ചത്തും കുത്തും. എന്ത് എന്റെ അഹങ്കാരം. മനുഷ്യന്മാരുടെ ജീവന് പട്ടിനെ വില കൂടി ഇല്ലാത്ത കാലത്താണ് നമ്മളിപ്പോ ജീവിച്ചത്. മൃഗങ്ങളെ സ്നേഹിക്കണം, പക്ഷെ മനുഷ്യന്മാർക്ക് ഭീഷണിപ്പെടുത്തണ ഒരു സാധ്യത തലയിൽ വെച്ച് നടക്കരുത്. എത്രമാതിരി ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ആരാന്റെ പേരിലുണ്ടാവുമ്പോ നമുക്ക് കാണാൻ നല്ല ചേല, അവനാന്റെ അടുക്കളയിൽ ഇങ്ങോട്ട് വരണം. അപ്പൊ നമ്മളൊക്കെ പഠിച്ചോളൂ. സുഖറാക്ക് അങ്ങോട്ട് വരും. ഒരു മിനിറ്റ്, ഇപ്പൊ ഞാൻ വരാം.